എല്ലാവർക്കും എക്സലൻ്റ് അക്കാഡമിയുടെ വിഷുവാശംസകൾ. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം പാർട്സ് ഓഫ് സ്പീച്ചാണ്. ഇംഗ്ലീഷ് ഗ്രാമറിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണിത്. ഇതോടൊപ്പം സ്കൂൾ കുട്ടികൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട നോട്ട്സ് കൂടി നൽകുന്നുണ്ട്. എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച്? ഇംഗ്ലീഷ് വ്യാകരണത്തിൽ ഒരു വാക്യത്തിലെ പദങ്ങളുടെ പങ്കും അവയുടെ ധർമ്മവും അടിസ്ഥാനമാക്കി അവയെ തരംതിരിക്കുന്ന വിഭാഗങ്ങളെയാണ് പാർട്സ് ഓഫ് സ്പീച്ച് അഥവാ സംഭാഷണത്തിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. പാർട്സ് എന്നാൽ ഭാഗങ്ങൾ, സ്പീച്ച് എന്നാൽ സംഭാഷണം എന്നുമാണെന്ന് നമുക്കറിയാം. പാർട്സ് ഓഫ് സ്പീച്ചിനെ എത്രയായി തരംതിരിക്കാമെന്ന് നമുക്കറിയാമോ? നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഇനി ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയാം, അത് 8 എന്ന് നമുക്ക് തരംതിരിക്കാം. പ്രധാന ഭാഗങ്ങളായിട്ട് 8 ഉണ്ട്. ഒന്ന് 9 അതിലൊന്ന് ആർട്ടിക്കിളാണ്. അതിനെ ഇപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആണ് പഠിക്കുന്നത്. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ചിന് 8 പ്രധാന ഭാഗങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്നറിയാമോ? നൗൺ, പ്രൊനൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, അഡ്വർബ്, പ്രിപ്പോസിഷൻ, കൺജക്ഷൻ, ഇൻ്റർജക്ഷൻ എന്നിങ്ങനെ 8 നമുക്കതിനെ തരംതിരിക്കാം. അതിലൊന്നാമത്തേതാണ് നൗൺ അഥവാ നാമം. എന്താണിത്? ഒരു വ്യക്തിയെയോ സ്ഥലത്തെയോ വസ്തുവിനെയോ നദിയെയോ പർവ്വതത്തെയോ ആശയത്തെയോ കുറിക്കുന്ന പേരായ ശബ്ദത്തെ നമുക്കെന്ത് പറയാം? നാമം അഥവാ നൗൺ എന്ന് പറയാം. എന്താണ്? ഒരു വ്യക്തിയാകാം, സ്ഥലമാകാം, വസ്തുവാകാം, നദിയാകാം, പർവ്വതമാകാം, ആശയമാകാം. അതിന് എന്തിൻ്റെ ആയാലും പേരായ ശബ്ദത്തെ, അത് നമ്മൾ ഓർത്തിരിക്കണം. എന്താണ് പേരായ ശബ്ദത്തെ നാമം അഥവാ നൗൺ എന്ന് പറയുന്നു. ഉദാഹരണം പറയാമോ? ടീച്ചർ, സിറ്റി, ഹാപ്പിനെസ്, ബുക്ക്, ഇതൊക്കെ എന്താണ്? അതിനുദാഹരണമാണ്. എന്തിന്? നൗൺ അഥവാ നാമത്തിന് ഉദാഹരണം. എന്നാൽ ഇതിന് പകരം ഉപയോഗിക്കുന്ന ശബ്ദമുണ്ട്. ഇപ്പോൾ അനിൽ, അതിന് എല്ലായിടത്തും നമുക്ക് സെൻറ്റൻസിൽ അനിൽ 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 എന്ന് എഴുതി വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനെ ഹി എന്ന് ഉപയോഗിക്കും. ഇനി അവളാണെങ്കിലും ഷീ എന്ന് ഉപയോഗിക്കും. അങ്ങനെ ഹി, ഷീ, ഇറ്റ്, ദേ, സംവൺ, ദിസ്, ഇതൊക്കെ പ്രോനൗൺ അഥവാ സർവനാമത്തിന് ഉദാഹരണമാണ്. അടുത്ത മൂന്നാമത്തേത് വെർബാണ്. എന്താണ് വെർബ്? ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദത്തെ വെർബ് അഥവാ ക്രിയ എന്ന് പറയുന്നു. ചാടുക, ചിന്തിക്കുക, ഓടുക, ഇതെല്ലാം എന്താണ്? തിന്നുക, കുടിക്കുക, എഴുതുക, ഇതെല്ലാം ക്രിയയാണ്. ഇതിനെ നമുക്ക് വെർബ് എന്ന് പറയാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു. റണ്ണ്, തിങ്ക്, ഈസ്, ബിക്കം, ഇതെല്ലാം വെർബിന് ഉദാഹരണമാണ്. വെർബ് 2 തരമുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. അഡ്ജക്റ്റീവ് അടുത്തതാണ്. എന്ത്? അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നാമത്തെയോ സർവനാമത്തെയോ വിശേഷിപ്പിക്കുന്ന ശബ്ദത്തെ അഡ്ജക്റ്റീവ് അഥവാ നാമവിശേഷണം എന്ന് പറയുന്നു. ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് നമുക്ക് പറയാം. ബ്യൂട്ടിഫുൾ സോങ് എന്ന് പറയാം. അപ്പോൾ ഗ്രീൻ കളർ എന്ന് പറയാം. ആ കളറിനെ വിശേഷിപ്പിച്ചാണ് ഗ്രീൻ, പച്ച കളർ. അപ്പോൾ ബ്യൂട്ടിഫുൾ, ടോൾ, ഇൻട്രസ്റ്റിംഗ്, ഗ്രീൻ, ഇതെല്ലാം അഡ്ജക്റ്റീവ്സിന് ഉദാഹരണമാണ്. അഡ്വർബ് എന്താണ്? ക്രിയാവിശേഷണമാണ്. എന്താണ് ഈ ക്രിയാവിശേഷണം? അതിൽ തന്നെയുണ്ട്. ക്രിയയെ വിശേഷിപ്പിക്കുന്നതാണ് ക്രിയാവിശേഷണം. ഒരു ക്രിയയെ വിശേഷിപ്പിക്കുന്ന ശബ്ദത്തെ അഡ്വർബ് അഥവാ ക്രിയാവിശേഷണം എന്ന് പറയുന്നു. വളരെ നല്ലത് എന്ന് നമ്മൾ പറയും. നല്ല പ്രവൃത്തി എന്ന് ഒക്കെ പറയത്തില്ലേ? ഇതെല്ലാം ക്രിയയെ വിശേഷിപ്പിക്കുകയാണ്. അപ്പോൾ ക്വിക്ക്ലി, വെരി, യെസ്റ്റർഡേ, ഹിയർ, ഇതൊക്കെ എന്താ? ക്രിയാവിശേഷണത്തിന് ഉദാഹരണമാണ്. അടുത്തത് നമുക്ക് പ്രിപ്പോസിഷനാണ്. പൊസിഷൻ ഇല്ലാതെ നമുക്കൊരു വാക്കുകൾ എഴുതുക വളരെ ബുദ്ധിമുട്ടാണ്. അതിനെ നമ്മൾ മലയാള ഗ്രാമറിലൊക്കെ പണ്ട് ഗതി എന്ന് പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ പ്രിപ്പോസിഷൻ എന്താണ്? ഒരു നാമത്തെയോ സർവനാമത്തെയോ മറ്റൊരു പദവുമായി ബന്ധിപ്പിക്കുന്ന ശബ്ദത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. നേരത്തേക്ക് SSLC പരീക്ഷയ്ക്ക് ഗ്രാമറിലുള്ള ഒരു പ്രധാന പോർഷനായിരുന്നു ഇത്. അപ്പോൾ ഈ പ്രിപ്പോസിഷനെ വരുന്ന ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാം. ഞാൻ ഒന്നുകൂടി അത് ഓർമ്മിപ്പിക്കുകയാണ്. എന്താ? ഓൺ, ഇറ്റ്, അറ്റ്, ഓവർ, അണ്ടർ, വിത്ത്, ഇതെല്ലാം പ്രിപ്പോസിഷന് ഉദാഹരണം. ഇനിയുണ്ട് ഒട്ടേറെ ഉദാഹരണം. അത് നമുക്ക് ഓരോ സബ് ടോപ്പിക്കായിട്ട് പഠിക്കുമ്പോൾ കൂടുതൽ പഠിക്കാം. കൺജക്ഷൻ. എന്താണ് ഈ കൺജക്ഷൻ? വാക്കുകളെയോ വാക്യങ്ങളെയോ ബന്ധിപ്പിക്കുന്ന ഒരു വാക്കുകളെ അല്ലെങ്കിൽ വാക്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ശബ്ദത്തെയാണ് കൺജക്ഷൻ അഥവാ ഘടകം എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണം അറിയാമല്ലോ. നമ്മൾ ഇംഗ്ലീഷ് പരീക്ഷയ്ക്കൊക്കെ പലപ്പോഴും ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ പുതിയതായി ഇംഗ്ലീഷ് പഠിക്കുക എന്ന ലക്ഷ്യത്തോട് കടന്നു വരുന്നവർക്ക് അത് ഒന്ന് ഓർമ്മിപ്പിച്ചു. കാരണം ഇതില്ലാതെ നമുക്ക് ഇംഗ്ലീഷ് ഭാഷ അനായാസം കൈകാര്യം ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. ആൻഡ്, ബട്ട്, ബിക്കോസ്, ഓൾദോ, ഇതെല്ലാം കൺജക്ഷന് ഉദാഹരണമാണ്. ഇൻ്റർജെക്ഷൻ. എന്താണ് ഇൻ്റർജെക്ഷൻ? വികാരമോ ആശ്ചര്യമോ പ്രകടിപ്പിക്കുന്ന ശബ്ദമാണ്. ഇതിനെ വ്യാക്ഷേപകം എന്ന് മലയാളത്തിൽ നമ്മൾ പറയും, ഇൻ്റർജെക്ഷൻ. അപ്പോൾ വികാരമോ ആശ്ചര്യമോ പ്രകടിപ്പിക്കുന്ന ശബ്ദത്തെ ഇൻ്റർജെക്ഷൻ അഥവാ വ്യാക്ഷേപകം എന്ന് പറയുന്നു. ഇതിന് ഉദാഹരണം നമുക്കറിയാം. എന്താ? ഊ, ഓ, ആ, ഇങ്ങനെയൊക്കെ നമ്മൾ പെട്ടെന്ന് പറയുന്നതില്ലേ ആശ്ചര്യത്തോടു കൂടി. ഇതിനെയൊക്കെ നമ്മൾ വ്യാക്ഷേപകം എന്ന് പറയുന്നത്. ഇത് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് എപ്പോഴും ഇതിൻ്റെ കൂടെ കാണും. ഇത്തരം വാക്കുകൾ ഒരു പുസ്തകം എടുത്തിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ആശ്ചര്യം ഉള്ള വാക്കുകൾ എവിടേക്ക് വരുന്നുവെന്ന്. അപ്പോൾ വികാരമോ ആശ്ചര്യമോ ഇത് പ്രകടിപ്പിക്കുന്നത്, ഇത് പലപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കുക. ഓ, ഇങ്ങനെ വന്നിട്ട് എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തതിന് ശേഷം അതവിടെ പൂർണ്ണമായി അടുത്ത സെൻറ്റൻസ് തുടങ്ങിയാണ്. ഇങ്ങനെ സംഭാഷണത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അതൊരു യോജിച്ച വാക്യമായി രൂപപ്പെടുകയും അതിനൊരു ശരിയായ അർത്ഥം വരുന്നത്. ഇല്ലെങ്കിൽ അതിന് യാതൊരു അർത്ഥവുമില്ല. റൺ എന്ന് വാക്ക് ഒറ്റയ്ക്കുന്ന അതിന് ഒരു അർത്ഥവും കിട്ടാനില്ല, പൂർണ്ണമായ ഒരു അർത്ഥം കിട്ടാനില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ആ ആശയത്തിൻ്റെ ശരിയായ അർത്ഥം നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത്. ഇതെല്ലാം നമുക്ക് എളുപ്പത്തിൽ പഠിക്കുവാൻ കഴിയണം. അപ്പോഴല്ലേ അതിൻ്റെ ട്രെൻഡുള്ളൂ. ഇതിനായി നമ്മൾ ആ താഴെ ഒരു ക്രമം ഞാൻ പറയാം. മുന്നിൽ നമ്മൾ എന്താ നൗൺ, പ്രോനൗണ് എന്നൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ഒന്നുകൂടി ഒന്ന് ഓർത്തേ. നൗൺ, പ്രോനൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, ആഡ്വർബ്, പ്രിപ്പോസിഷൻ, കൺജക്ഷൻ ആൻഡ് ഇൻ്റർജെക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അവിടെ നൗൺ, പ്രോനൗൺ, വെർബ്, അഡ്ജക്റ്റീവ്, ആഡ്വർബ്, പ്രിപ്പോസിഷൻ, കൺജക്ഷൻ ആൻഡ് ഇൻ്റർജെക്ഷൻ എന്ന് പലർക്ക് സ്പീഡിൽ പറയാൻ കഴിയാത്തതുകൊണ്ട് ആ അഡ്വർബിനെ അഡ്ജക്റ്റീവിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. നൗൺ, പ്രോനൗൺ, വെർബ്. ഒന്നുകൂടി എൻ്റെ കൂടെ പറയാമോ? നൗൺ, പ്രോനൗൺ, വെർബ്. എന്താണ്? നൗൺ, പ്രോനൗൺ, വെർബ്, അഡ്വർബ്, അഡ്ജക്റ്റീവ്, പ്രിപ്പോസിഷൻ. എന്താ? നൗൺ, പ്രോനൗൺ, വെർബ്, അഡ്വർബ്, അഡ്ജക്റ്റീവ്, പ്രിപ്പോസിഷൻ, കൺജക്ഷൻ ആൻഡ് ഇൻ്റർജെക്ഷൻ. എൻ്റെ കൂടെ സ്പീഡിൽ പറയണം. നൗൺ, പ്രോനൗൺ, വെർബ്, അഡ്വർബ്, അഡ്ജക്റ്റീവ്, പ്രിപ്പോസിഷൻ, കൺജക്ഷൻ ആൻഡ് ഇൻ്റർജെക്ഷൻ. നൗൺ, പ്രോനൗൺ, വെർബ്, അഡ്വർബ്, അഡ്ജക്റ്റീവ്, പൊസിഷൻ, കൺജക്ഷൻ ആൻഡ് ഇൻ്റർജെക്ഷൻ എന്ന് സ്പീഡിൽ പറയാൻ പഠിക്കണം. കുഞ്ഞുങ്ങളെ ഇത് പറഞ്ഞ് പഠിപ്പിക്കണം. എങ്കിലേ അവർക്ക് ആ ഭാഷയോടുള്ള ആ താല്പര്യം, അതിനെ സ്നേഹിക്കുവാൻ അവർക്ക് കഴിയും. ഫലപ്രദമായ ആശയ വിനിമയത്തിനും ശരിയായ വ്യാകരണ ഉപയോഗത്തിനും പാർട്സ് ഓഫ് സ്പീച്ച് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാവർക്കും പാർട്സ് ഓഫ് സ്പീച്ച് എന്താണെന്നും അവ ഏതൊക്കെയാണെന്നും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ പാഠഭാഗത്തു നിന്നും എന്ത് സംശയമുണ്ടെങ്കിലും എക്സലൻ്റ് അക്കാഡമിയുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. തുടർ വീഡിയോകൾ ലഭ്യമാകുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുതെന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സുകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.